ലഹരിക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ റാപ്പർ വേടന്റെ ഇടുക്കിയിലെ സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമിന് ഒരുക്കിയിരിക്കുന്നത് വൻ സുരക്ഷ. 8000 പേർക്ക് മാത്രമാണ് പ്രവേശനം. സുരക്ഷാ വലയം തീർക്കാൻ 200 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ ആളുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ വേദിയിലേക്കുള്ള റോഡുകൾ ബ്ലോക്ക് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് പരിപാടി. വൈകിട്ട് 7:30 വാഴത്തോപ്പ് സ്കൂൾ ഗ്രൗണ്ടിൽ. സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, എന്തൊക്കെയാണ് അപ്പോൾ അവിടെ ഈ സുരക്ഷ എന്ന രീതിയിൽ ഒരുക്കിയിരിക്കുന്നത്? റാപ്പ് ഗായകൻ വേടന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിപുലമായ ക്രമീകരണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇടുക്കി ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8000 പേർക്ക് മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അനുമതി ഉള്ളത്. കൂടുതൽ ആളുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ വേദിയിലേക്കുള്ള റോഡ് ബ്ലോക്ക് ചെയ്യാനും ഈ ആളുകളെ മൊത്തം തിരിച്ചയക്കാനുമുള്ള ക്രമീകരണങ്ങൾ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനിയന്ത്രിതമായ സാഹചര്യം ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലാണ് നിലവിലിപ്പോൾ ജില്ലാ ഭരണകൂടത്തിനും പോലീസിനുമുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 200 പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 7:30 ഈ ഒരു പരിപാടി നടക്കുക. വൈകിട്ട് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ഈ വേടൻ തന്റെ പ്രോഗ്രാം അവതരിപ്പിക്കുക. ഈ കഴിഞ്ഞ 29-ാം തീയതി ഈ പ്രദർശന വിപണന മേളയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 29-ാം തീയതി വേടന്റെ പരിപാടി ക്രമീകരിച്ചു. ഇതിനിടയിലാണ് ഈ ലഹരി കേസിലും അതുപോലെ തന്നെ പുലിപ്പല്ലി കേസിലും ഇയാൾ പിടിയിലാവുന്നത്, അറസ്റ്റിലാവുന്നത്. ഇതിനുശേഷം ഈ പരിപാടി റദ്ദു ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ ഈ വേടന് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന പിന്തുണയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിലവിലിപ്പോൾ ഈ എൻ്റെ കേരളം പ്രദർശന വേളയിൽ വീണ്ടും വേടന്റെ പരിപാടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് CPM CPI സംസ്ഥാന നേതൃത്വങ്ങളും വേടന് പിന്തുണയുമായി എത്തിയിരുന്നു. എന്തായാലും അനിയന്ത്രിതമായ ഒരു തിരക്ക് ഇന്ന് ഇടുക്കിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു പ്രദർശന വിപണന മേളയുടെ പ്രധാന വേദിയിൽ ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലിൽ കർശന നിയന്ത്രണങ്ങളാണ് നിലവിലിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്.